മൺസൂൺ ബ്ലൂസ്, അതായത് നമ്മുടെ ക്ലൈമറ്റ് മാറുമ്പം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചേഞ്ചസ്. ഇത് മൺസൂണിൽ കുറച്ച് നെഗറ്റീവായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. മഴക്കാലത്ത് ആദ്യമായി സംഭവിക്കുന്നത് സൂര്യപ്രകാശത്തിലെ ഏറ്റക്കുറച്ചിൽ. സൂര്യപ്രകാശം കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെറട്ടോണിൻ്റെ അളവിൽ വ്യതിയാനം വരുന്നുണ്ട്. അപ്പോൾ അറിയാതെ ഒരു ലോ മൂഡിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. ഒരു ചെറിയ ലോ മൂഡിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കിന് ഒരു സാഡ്നെസ് ഫീൽ ചെയ്യുന്ന പോലെ ഒരു മെലോഡിയസ് ഫീലിങ്ങിലേക്ക് പോകും. അത് ചിലർക്ക് വേറൊരു ലെവലിലേക്ക് കണക്റ്റ് ആവും, ചിലർ കുറച്ചുകൂടെ മഴയെ എൻജോയ് ചെയ്യും. ഇവിടെ ഇമ്മ്യൂണിറ്റി ചലഞ്ചസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം വളരെയധികം കഷ്ടം നിറഞ്ഞത് തന്നെയാണ്. സെറട്ടോണിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കുറയുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വേരി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കോൾഡ്, ഫ്ലൂ, ജലദോഷം ഇവയൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് കൂടിക്കഴിയുമ്പോഴത്തേക്കിനും പിന്നെ ശ്വാസമുട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർ, പിന്നെ സ്ഥിരമായിട്ട് ദേഹവേദന ഉണ്ടാവുന്നവർ, ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷനുകളുണ്ടാവുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ, ഇതൊക്കെ അതുപോലെ ഗട്ട് ഹെൽത്തിൽ ഇൻഡൈജഷൻ ഒക്കെ ഉണ്ടാവും. അന്ന് മഴക്കാലത്ത് നമുക്കൊരു വിശപ്പ് കൂടുതൽ അനുഭവപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതെല്ലാം കൂടെ സമ്മിശ്രമാണ് ഈ മൺസൂൺ ബ്ലൂസ് എന്ന് പറയുന്നത്. അവിടെയും നമുക്കിതിനെ അതിജീവിക്കാൻ നന്നായി എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, വൈറ്റമിൻ സിയും ഫൈബറും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഇവയൊക്കെയാണ് ഏറ്റവും ഉത്തമം.